അസ്സലാമു അലൈക്കും. സിറിയയിലെ ആഭ്യന്തര യുദ്ധം അവസാനിച്ചിരിക്കുന്നു. ഏകദേശം 60 വർഷത്തോളമായിട്ടുള്ള അസദ് കുടുംബത്തിൻ്റെ ദുർഭരണവും അനീതികളുമാണ് ഇതോടെ അവസാനിച്ചിട്ടുള്ളത്. 2011 വളരെ പീസ്ഫുള്ളായി പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു പ്രൊട്ടസ്റ്റിനെ വളരെ ക്രൂരമായി അടിച്ച് അമർത്തുകയാണ് സിറിയൻ ഗവൺമെൻറ് ചെയ്തത്. അവരുടെ പട്ടാളങ്ങളെ വിന്യസിച്ചുകൊണ്ട് മനുഷ്യരാശിയിൽ ഇന്നേ വരെക്കും കേൾക്കാത്തത്രയും ക്രൂരതകളാണ് അവരവിടെ അയച്ചുവിട്ടത്. ഏകദേശം 1 ലക്ഷത്തോളം ആൾക്കാരുടെ മരണത്തിനും അതിൽ കൂടുതൽ ആൾക്കാരെ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട് റെഫ്യൂജികളാക്കപ്പെട്ട ബഷാർ അൽ അസദ് ഡമസ്കസ് വിട്ടതായാണ് നമ്മൾക്ക് കിട്ടുന്ന റിപ്പോർട്ട്. എല്ലാ ക്രൂരതകളും ഇതോടെ അവസാനിച്ചു എന്ന് നമ്മൾ കരുതുമ്പോഴും നമ്മൾ ഇനിയും കേൾക്കാത്ത പല കുറ്റകൃത്യങ്ങളും സങ്കടകരമായ വാർത്തകളുമാണ് സിറിയയിൽ നിന്ന് ഇന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ജയിലിലകപ്പെട്ട് 40 വർഷത്തോളമായി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്ന് കുടുംബങ്ങൾക്ക് പോലും അറിയാത്ത ആൾക്കാർ ഇന്ന് ജയിലിൽ നിന്ന് പുറത്തു വരികയാണ്. ജനനം മുതൽ 10, 15, 20 വയസ്സ് വരെ ജയിലിൽ തന്നെ അകപ്പെട്ട കുട്ടികൾ. അവർക്ക് ഒരു കാറ്റെന്താണെന്നറിയില്ല, മരം എന്താണെന്നറിയില്ല, പക്ഷികൾ എന്താണെന്നറിയില്ല, വെളിച്ചം എന്താണെന്നറിയില്ല, സൂര്യൻ എന്തെന്നറിയില്ല, ചന്ദ്രൻ എന്തെന്നറിയില്ല. ഇവരിതൊന്നും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ ജയിലുകളിൽ കാലാകാലമായി പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ, അവർക്കുണ്ടായ കുട്ടികൾ, ഈ കുട്ടികളുടെ അച്ഛന്മാരാരാണെന്ന് പോലും ഇവർക്കാർക്കും അറിയില്ല. ഇത്രയധികം ക്രൂരതകൾ സഹിച്ച ഈ ഒരു മനുഷ്യർ, സിറിയയിലെ മനുഷ്യർ, നമ്മൾ ഓരോരുത്തർക്കും പ്രചോദനമാണ്. ഈ അവരുടെ ഈമാൻ്റെ കരുത്ത്, അവരുടെ ദീനിൻ്റെ കരുത്ത് എന്താണെന്നുള്ളത് നമ്മൾ അവരെ കണ്ട് പഠിക്കണം. ഒരു മനുഷ്യനക്ക് അവനക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ശിക്ഷ അല്ലെങ്കിൽ പരീക്ഷണം അള്ളാഹു നൽകില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനും ചിന്തിക്കുക, ഞാനും നിങ്ങളും കടന്നു പോയിട്ടുള്ള ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആയാൽ പോലും അത് ഈ സിറിയയിലെ ജനങ്ങൾ അനുഭവിച്ചതിൻ്റെ 1/3 വരുമോ എന്നുള്ളത് ഞാനും നിങ്ങളും ചിന്തിക്കുക.